സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ്. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് സംസ്ഥാനത്തെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. നിലാവ്, പദ്ധതിയുടെ പേര് നിലാവ്. വഴിവിളക്കുകൾ റിലേറ്റ് ചെയ്ത് പഠിക്കാം. നിലാവ്. 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത്. 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത് ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ എന്നിവരാണ് 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത്. ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കുൻ എന്നിവരാണ്. അടുത്ത ചോദ്യം, 2023 മുണ്ടശ്ശേരി പുരസ്കാരത്തിന്, ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹയായ യു ആദ്രയുടെ കൃതി ഏതാണ്? 2024 മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹയായ യു ആദ്രയുടെ കൃതിയാണ് മഞ്ഞുരുകുമ്പോൾ എന്നത്. കൃതിയുടെ പേര് മഞ്ഞുരുകുമ്പോൾ. ആരുടേതാണ്? യു ആതിര. മൂലകോശ ചികിത്സയിലൂടെ ലോകത്ത് ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? മൂലകോശ ചികിത്സയിലൂടെ ലോകത്ത് ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ചൈനയിലാണ്. ചൈന. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതി. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതിയാണ് തൻ്റെ ഇടം എന്നത്. പദ്ധതിയുടെ പേര് തൻ്റെ ഇടം. ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ സ്വപ്ന പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടുള്ള വർഷം ഏതാണ്? ശുക്രനിലേക്കുള്ള ISROയുടെ പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത് ഏത് വർഷമാണ്? 2028 2028. ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അനന്യം. പദ്ധതിയുടെ പേര് അനന്യം. 2024 അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്. പുരുഷ വിഭാഗത്തിൽ 2024 അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹാൻലെയിലാണ്. ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് കൊച്ചിയിലാണ്. കൊച്ചി. 2025 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി. 2025 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ സീനിയർ ബാഡ്മിൻ്റൺ ടീം കോച്ചായിട്ട് നിയമിതനായത്. ഇന്ത്യൻ സീനിയർ ബാഡ്മിൻ്റൺ ടീം കോച്ചായിട്ട് നിയമിതനായത് ജോയ് ടി ആൻ്റണിയാണ്. ജോയ് ടി ആൻ്റണി. US-ന്റെ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്തത്. US-ന്റെ ദേശീയ പക്ഷി ബാൽഡ് ഈഗിൾ, വെള്ളത്തളയൻ കടൽ പരുന്ത്. ബാൽഡ് ഈഗിളാണ് US-ന്റെ ദേശീയ പക്ഷി.
അടുത്തിടെ സൂചിയില്ലാ സിറിഞ്ച് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. IIT ബോംബെ ആണ്. IIT ബോംബെ. ഇന്ത്യൻ സൈന്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യൻ സൈന്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പ്രദേശം ചീമേനിയാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനി. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതനായത്. B.R. ഗവായി ആണ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത സുനിത വില്യംസ് ആണ്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? UAE ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയാണ്. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായിട്ട് ആദ്യ സ്വർണം നേടിയത്. 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായിട്ട് ആദ്യത്തെ സ്വർണം നേടിയത് S. സുഫ്ന ജാസ്മിൻ ആണ്. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ ഈസ്റ്റ് ആണ്. EAST. എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക്. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യനാണ് ഈസ്റ്റ്. 2025 മിസ്സിസ് വേൾഡ് കിരീടം നേടിയത്. ഷെഗോ ഗെയ്ലയാണ്. ദക്ഷിണാഫ്രിക്കയുടെ ഷെഗോ ഗെയ്ലയാണ് 2025 മിസ്സിസ് വേൾഡ് കിരീടം നേടിയത്. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സൂപ്പർ ആപ്പ് ഏതാണ്? ആപ്പാണ് സ്വാറെയിൽ എന്നത്. 87ാമത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായത് പ്രജ്ഞാനന്ദയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? രേവയാണ്. മധ്യപ്രദേശിലെ രേവ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ. മഞ്ജു വാര്യറാണ്. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കച്ചിലാണ്. ഗുജറാത്തിലെ കച്ച്. ഗുനേരി ഗ്രാമം. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത. ഹർഷിത ജയറാം. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിന്റെ പുതിയ പേര്.
ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ് എന്നത്. വിജയ് ദുർഗ്. 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് P.N. ഗോപാലകൃഷ്ണനാണ്. P.N. ഗോപാലകൃഷ്ണൻ. 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് P.N. ഗോപാലകൃഷ്ണൻ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 9 അംഗ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 9 അംഗ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാൻ അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തൃശ്ശൂരാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം. ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡീതരംഗിണി. പേര് നാഡീതരംഗിണി. ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകത്തിന്റെ പേര് ഉയരാം ഒത്തുചേർന്ന്. എഴുതിയത് കെ രാധാകൃഷ്ണൻ. വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കൈറ്റ് വികസിപ്പിച്ച ആപ്പ് ഏതാണ്? വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായിട്ട് കൈറ്റ് വികസിപ്പിച്ച ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. മിസൈലിന്റെ പേര് ഭാർഗവാസ്ത്ര. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം നോവാക് ജോക്കോവിച്ച് ആണ്. ഗോഗോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കളായത്. പുരുഷ ലോകകപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. ഗോഗോ വനിതാ ലോകകപ്പ് 2025 ഇന്ത്യയാണ്. ഗോഗോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കളായത് ഇന്ത്യ. ഗോഗോ വനിതാ ലോകകപ്പ് 2025 ജേതാക്കളായത് ഇന്ത്യ. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിന് വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം സഞ്ജയ് ആണ്. ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണ ശേഷി നവീകരിക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റമാണ് സഞ്ജയ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീർ. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരളം ആരംഭിക്കുന്ന പദ്ധതിയാണ് FFW. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. FFW. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരളം ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ FFW. ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനർ. ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായിട്ട് നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനറാണ് ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്നത്. LPV. ലൂണാർ പ്ലാനറ്റ് വാക്ക്. മെച്ചപ്പെടുത്തിയ ഭരണത്തിലൂടെയും അറിവിലൂടെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വികസിത് പഞ്ചായത്ത് കർമ്മയോഗി ഇനീഷ്യേറ്റീവ് എന്നത്.
വികസിത് പഞ്ചായത്ത് കർമ്മയോഗി ഇനീഷ്യേറ്റീവ്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്